പാകിസ്ഥാൻ ഇനിയൊരു ഭീകരാക്രമണത്തിന് ശ്രമിച്ചാൽ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. പെഹൽഗാം ആക്രമണം പോലെ ക്രൂരമായ പ്രവൃത്തികൾ ഉണ്ടായാൽ ഭീകര സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഇല്ലാതാക്കും. ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ ഭാരതം ക്ഷമിക്കില്ലെന്നും യൂറോപ്യൻ സന്ദർശന വേളയിൽ എസ് ജയശങ്കർ വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളും. ജിഷ്ണു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? വീണ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനം പുരോഗമിക്കുകയാണ്. ഈ സന്ദർശന വേളയിൽ നടത്തിയിട്ടുള്ള പ്രതികരണത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയെന്നും ഒപ്പം ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ നിലപാട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ മാത്രമല്ല ഭീകരതയ്ക്കെതിരെയാണ് ഭാരതത്തിന്റെ നിലപാട് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വളരെ കൃത്യമായ മറുപടി അല്ലെങ്കിൽ മുന്നറിയിപ്പ് പാകിസ്ഥാന് വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ സന്ദർശന വേളയിൽ പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുകയും പാകിസ്ഥാന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നത് പരസ്യമായിട്ടുള്ള വസ്തുതയാണ് എന്ന പ്രതികരണം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനിയൊരു ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും, പാകിസ്ഥാനിൽ ആഴത്തിൽ ആക്രമണം നടത്തുമെന്ന പ്രതികരണമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയിട്ടുള്ളത്. ഇനി ക്ഷമയുടെ ഭാഷ ഭാരതത്തിന് ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായാൽ പാകിസ്ഥാനിൽ ആഴത്തിൽ ആക്രമണം നടത്തും, പാകിസ്ഥാൻ ആഴത്തിൽ മുറിവേൽപ്പിക്കും. കൂടാതെ പെഹൽഗാം ഭീകരാക്രമണം പോലെയുള്ള ക്രൂരത ഇനി ഭാരതത്തോട് കാണിച്ചാൽ ആ ഭീകരവാദത്തിന് നേതൃത്വം നൽകുന്നവരുടെ, അതായത് ഭീകരവാദികളുടെ ടോപ്പ് കമാൻഡർമാരുടെ നിഷ്കരുണം ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം കൂടിയാണ് എസ് ജയശങ്കർ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വളരെ കൃത്യമായി ഇനി ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തഴിച്ചു വളരുന്ന ഭീകരവാദികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ ഭീകരാക്രമണത്തിലുള്ള ശ്രമമോ ഉണ്ടായാൽ ഒരു തരത്തിലുമുള്ള ക്ഷമയോ ചർച്ചയ്ക്കുള്ള നിലപാടോ ഉണ്ടാകില്ല. പകരം പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഭീകരവാദ ശക്തികളെ നിയന്ത്രിക്കുന്ന തലകളെടുത്തുകൊണ്ടായിരിക്കും ഭാരതത്തിൻ്റെ മറുപടി എന്ന പ്രഖ്യാപനമാണ് എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ സന്ദർശന വേളയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൂടാതെ ഭാരതത്തിൻ്റെ സർവകക്ഷി സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ 7 സംഘങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ലോകരാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളുമായും പ്രതിപക്ഷ നേതാക്കളുമായും ജനങ്ങളുമായും മാധ്യമങ്ങളുമായെല്ലാം സംവദിച്ചുകൊണ്ട് സമാനമായ സന്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം എന്താണ് ഉദ്ദേശിച്ചത്, ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാട്, പാകിസ്ഥാൻ എത്രത്തോളം ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നു തുടങ്ങിയ വസ്തുതകൾ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാനുള്ള ശ്രമമാണിപ്പോൾ ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനമുള്ളത്. അവിടെ ഈ സന്ദർശന വേളയിൽ പ്രതികരിക്കവെയാണ് പാകിസ്ഥാന് വളരെ കൃത്യമായ മുന്നറിയിപ്പ് എസ് ജയശങ്കർ നൽകിയിട്ടുള്ളത്. ശരി.